വെൽക്കം ടു സോൾട്ട് ആൻഡ് സ്വീറ്റ് ഫാമിലി. സോൾട്ട് ആൻഡ് സ്വീറ്റ് ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആയിരിക്കുന്നത് ഇന്ത്യ മാല സ്കൾപ്ചർ വാക്ക്. ഇത് നമ്മുടെ ആലപ്പുഴ സിറ്റിയിലെ ഒരു പ്രശസ്തമായ ഒരു വാക്ക് വേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ വാക്ക് വേയിലൂടെ പോവുകയാണ്. ആ കാഴ്ചകളിലൂടെ നിങ്ങൾക്കും ഞങ്ങളുടെ യാത്രയുടെ ഒരു ഭാഗമാകാം. അപ്പോൾ വരൂ, നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഞങ്ങളുടെ സോൾട്ട് ആൻഡ് സ്വീറ്റ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. ഫസ്റ്റ് നമ്മളൊരു കങ്കാരുവിൻ്റെ ഷോർട്സാണ് ഇട്ടിരുന്നത്. അത് നിങ്ങളെല്ലാവരും കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ വീടിനോട് ചേർന്ന് 2-3 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ ആയിട്ട് കാണുന്ന ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിൽ പെട്ടിട്ടുള്ള ആലപ്പുഴയോട് ചേർന്ന് കിടക്കുന്നൊരു സ്ഥലമാണിത്. ഇവിടുത്തെ മെയിൻ റിവറാണ് മുറായി റിവർ. ഈ റിവർ ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല, എന്നാലും വിക്ടോറിയയും ന്യൂ സൗത്ത് വെയിൽസൊക്കെ പരന്നു കിടക്കുന്ന ഒരു റിവറാണിത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനും പിന്നെ ഇവരുടെ കസിൻസിനെല്ലാം ആയിട്ട് ബന്ധപ്പെട്ടിരുന്നത് ഈ റിവർ വഴിയാണ്. ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നു ഈ റിവർ. കാരണം ഈ ഒരു ഭാഗത്ത് ബീച്ചോ അങ്ങനെയൊന്നുമില്ല. ഒരു ഫിഷിങ്ങിനും അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാമായിട്ട് ആശ്രയിച്ചിരുന്നത് ഈ മുറായി റിവറാണ്. ഈ മുറായി റിവറിൻ്റെ ഒരു ഭാഗമാണ് ഈ ഇന്ത്യ മാല സ്കൾപ്ചർ വാക്ക് എന്ന് പറയുന്ന ഈ ഒരു റിവറിൻ്റെ ഭാഗം. ഇത് ഇന്ന് ഇവർ വളരെ നന്നായിട്ട് തന്നെ സംരക്ഷിച്ച് പോരുന്നു. ഏകദേശം ഒരു 15 കിലോമീറ്ററിനടുത്ത് നടക്കുവാനായിട്ട് ഈ പുഴയുടെ സൈഡിലൂടെ ഒരു വാക്ക് വേ എല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വളരെയധികം ആളുകൾ വന്നിട്ട് ജോഗിങ്ങിനും മറ്റേ സന്ധ്യാസമയങ്ങൾ ചിലവഴിക്കാനൊക്കെ ആയിട്ട് എത്തിച്ചേരുന്നുണ്ട്. ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ടും ഒക്കെ അത്രയധികം തിരക്കില്ലെങ്കിലും ഒരുവിധം ആളുകളെല്ലാം ഡെയിലി ഇവിടെ കടന്നു വരുന്നുണ്ട്. ഇതൊരു വേനൽക്കാലമാണ്, നല്ലൊരു ചൂടുള്ളൊരു സമയമാണെങ്കിലും ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരു സൈഡിൽ ഈ റിവറും മറ്റൊരു സൈഡിൽ ഒരു കെട്ടിക്കിടക്കുന്നൊരു ജലാശയമാണ്. അങ്ങനെ രണ്ട് സൈഡിലും ഈ ജലാശയം ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഹരിതപൂർണ്ണമായിട്ടാണ് ഈ പ്രദേശം കാണപ്പെടുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഉണങ്ങി പുല്ലെല്ലാം കരിഞ്ഞ് നിൽക്കുമ്പോൾ ഇവിടെ വളരെയധികം പച്ചപ്പാർന്നാണ് നിൽക്കുന്നത്. അങ്ങനെ വളരെ നല്ല ഒരു കാഴ്ചയെല്ലാം കണ്ട് നമുക്ക് നടക്കുവാനും പിന്നെ നമുക്ക് നല്ല ശുദ്ധവായു എല്ലാം ശ്വസിച്ച് ജോഗിങ് ചെയ്യാനും സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. നമ്മൾ നടക്കുമ്പോൾ തന്നെ രണ്ട് സൈഡിലും അക്കേഷ്യ മരങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും. അതിൽ കുറേയധികം മരങ്ങൾ ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. അങ്ങനെ ഉണങ്ങി നിൽക്കുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അത് തന്നെ അവരൊരു ഭംഗിയായിട്ട് അങ്ങനെ നമ്മുടെ കണ്ണിനും മനസ്സിനും വളരെയധികം സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് ഈ റിവറിൻ്റെ സൈഡിലൂടെ നമുക്ക് നടക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. വളരെയധികം ആളുകൾ ഇവിടെ വന്ന് ഫിഷിങ്ങിനായിട്ട് സമയം ചിലവഴിക്കുന്നു. ഇവിടെ ഫിഷിങ്ങിന് ലൈസൻസ് എല്ലാം വേണം. ചെറിയ പൈസ കൊടുത്താൽ തന്നെ 1 വർഷത്തേക്കുള്ള ലൈസൻസ് കിട്ടും. എന്നാലും ലൈസൻസ് ഇവിടെ ഫിഷിങ്ങിന് അത്യാവശ്യമാണ്. അതുപോലെ വെള്ളം നമുക്ക് ഒരു കലങ്ങി മറിഞ്ഞൊരു ലെവലിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മഴയൊന്നും ഇല്ലെങ്കിലും ഒരു കലക്ക വെള്ളത്തിൻ്റെ ഒരു കളറാണ് നമുക്ക് കാണുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. നമുക്ക് പിന്നെ ഇവിടുത്തെ പുഴകളെ പറ്റിയൊന്നും വലിയ പരിചയമില്ലാത്തതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണത്. വളരെയധികം താറാവ് കൂട്ടങ്ങളെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. ആരും വളർത്തുന്നതല്ല, ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു താറാവ് കൂട്ടങ്ങളാണ്. പിന്നെ നമ്മുടെ സൂവിലൊക്കെ കാണുന്ന പോലെ പെലിക്കനും വളരെയധികം മീനുകളെല്ലാം നമുക്ക് നടക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. കുറേ പേര് സൈക്ലിങ്ങിനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ മറ്റേ സൈഡിലുള്ള ഈ ജലാശയത്തിൽ വെള്ളമായിട്ട് കോണ്ടാക്ട് ചെയ്യരുത്, വെള്ളത്തിൽ ഇറങ്ങരുത്, അങ്ങനെയൊക്കെയുള്ള
ബോർഡുകളെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. അതെനിക്ക് തോന്നുന്നു കെട്ടിക്കിടക്കുന്ന വെള്ളമായതുകൊണ്ട് ആയിരിക്കുമെന്ന് തോന്നുന്നു. അവിടെയാണ് ഈ ഫുള്ള് പറവകളും താറാവ് കൂട്ടങ്ങളെല്ലാം ജീവിക്കുന്നത്. ഞാൻ മറ്റേ പുഴയുടെ സൈഡിലേക്ക് ഈ താറാവുകളൊന്നും കടന്നു വരുന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെ ഈ ജലാശയത്തിൻ്റെ അപ്പുറത്ത് നമുക്ക് ചെറിയ മുട്ടക്കുന്നുകളെല്ലാം കാണാൻ സാധിക്കും. അങ്ങനെ ഈ യാത്രകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ നടക്കുമ്പോൾ വളരെയധികം ആളുകളായിട്ട് കാണുവാനും സംസാരിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ വേറൊരു മലയാളി ഫാമിലിയും കണ്ടു. അവരായിട്ട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ ആഴ്ചയിലൊക്കെ ഇവിടെ വരാറുണ്ട്, കുട്ടികളായിട്ട് നടക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അവരും നമ്മുടെ വീടിനോട് ഏകദേശം അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അവർ അവിടെ വരാറുണ്ട്, ആഴ്ചകളിൽ ഈവനിങ്ങുകളെല്ലാം ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ടെന്നെല്ലാം പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. അങ്ങനെ ഞങ്ങൾക്കൊരു പുതിയ കൂട്ടുകാരെയും കൂടി കിട്ടി. അങ്ങനെ ഞങ്ങളിത് കണ്ട് ഏകദേശം ഒരു 2-3 മണിക്കൂർ ഈ സൈഡിലൂടെ ഇങ്ങനെ നടന്നു. 2-3 മണിക്കൂറൊന്നും പോരാ കേട്ടോ, അത്രയധികം ദൂരമുണ്ട്. പക്ഷെ നമുക്ക് മൊത്തമായിട്ട് നടന്ന് കാണാൻ സാധിക്കില്ല, ക്ഷീണിക്കും, അത്രയധികം ഉണ്ട്. പക്ഷേ ഇതിലൂടെ ഈ വഴി നടക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. സൈക്ലിങ്ങും പറ്റും, വേറെ വാഹനങ്ങളൊന്നും കയറ്റുവാനൊന്നും പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തമായിട്ട് നടന്ന് കാണാൻ എളുപ്പമുള്ള കാര്യമില്ല. ഈ പുഴയുടെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്കെല്ലാം വിളിച്ചു, വീട്ടുകാരെയെല്ലാം കാണിച്ചു. കൊച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു. കൊച്ചിനെ കൊച്ചിനെ ഓടിപ്പാഞ്ഞ് നടക്കാനുള്ള സ്ഥലമൊക്കെ ആയിരുന്നു. പിന്നെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത് പാമ്പുണ്ടോ എന്നുള്ളൊരു പേടി ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ എല്ലാം ആസ്വദിച്ച് ഇങ്ങനെ പിടികൂടുന്ന മത്സ്യങ്ങളെല്ലാം കാണാൻ സാധിച്ചു. ദൂരത്തായിട്ട് വലിയ വലിയ കൊക്കുകളും കിളിക്കണകളെല്ലാം എല്ലാം നമ്മളെ ഒരു നാടിനെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാലും നാട്ടിൽ ഒരു വിഷമെല്ലാം മാറി ഇവിടെ വന്ന് കുറച്ച് നേരം നടന്നപ്പോൾ ഒരു സന്തോഷം തോന്നി. നമ്മളീ നടക്കുന്ന വഴികളിലെല്ലാം ഇവിടുത്തെ അബോറിജിൻസിൻ്റെ ഓരോ ശില്പങ്ങളും അവരുടെ ഓരോ എഴുത്തുകളെല്ലാം കാണുവാൻ സാധിച്ചു. ഇവരുടെ ലിപി വേറെയാണെങ്കിലും ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ പുരാതനമായി ഇവിടുത്തെ ആളുകളെ പറയുന്നതാണ് അബോറിജിൻസിൻ്റെ ഭാഷകളാണ്. ഇവിടെ കുറേ സ്ഥലങ്ങളിൽ കുറേ ടൈപ്പ് അബോറിജിൻസ് ഉണ്ട്. ഓരോ ആൾക്കാർക്കും ഓരോരോ ഭാഷകളാണ്. എന്നാലും എല്ലാ ഭാഷക്കാരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ റിവറാണെന്നാണ് ഇവർ പറയുന്നത്. അവരുടെ ഓരോ ഹിസ്റ്ററിയും ഇത് എല്ലാം ഈ പുഴയുടെ സൈഡിലുള്ള ഓരോ ശില്പങ്ങളും ആ ശില്പങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഫലകങ്ങളിലെല്ലാം ഇവർ എഴുതി വെച്ചിരിക്കുന്നു. ശില്പങ്ങളെല്ലാം ഇവരുടെ പഴയകാല ജീവിതത്തെയെല്ലാം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ വളരെ സന്തോഷം നിറഞ്ഞൊരു യാത്രയായിരുന്നു ഇത്. ഓരോ ശില്പങ്ങളും ഞങ്ങൾ കണ്ടു, എഴുതിയിരിക്കുന്നെല്ലാം വായിച്ച് പതുക്കെ നടന്നു. ഒന്നിലും തൊടരുത്, ഒന്നിലും കയറരുത്, ഇതവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണെന്നെല്ലാം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. എല്ലാം കേട്ടും കണ്ടും പുതിയൊരു സ്ഥലത്ത് ചൂടുറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പതുക്കെ നടന്നു. മനസ്സിൽ നാട്ടിൽ നിന്ന് കടന്നു പോകുന്നതിൻ്റെ വിഷമവും ഓസ്ട്രേലിയ എത്തിയതിൻ്റെ സന്തോഷം എല്ലാം ഉണ്ട്. എല്ലാം കൂടിക്കലർന്ന ഒരു അവസ്ഥയിലാണ്. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് നടന്നു. ഇവിടെ വളരെയധികം ആളുകൾ മത്സ്യം ഫിഷിങ്ങിനും അതുപോലെ തന്നെ ബോട്ടിങ്ങിനായിട്ട് എത്തുന്നുണ്ട്. ഒരു സമയങ്ങൾ ഇവരുടെ ഒരു മെയിൻ വിനോദ മാർഗമാണ് ഈ ഫിഷിങ്ങും ബോട്ടിങ്ങും എല്ലാം. അതിനായിട്ട് ഇവിടെ വളരെ ദൂരത്തു നിന്ന് തന്നെ ബോട്ടുകളെല്ലാം ആയിട്ട് കടന്നു വന്ന് അതിനുവേണ്ടി പ്രത്യേക വണ്ടികളിൽ ബോട്ട് കൊണ്ടുവരാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്ത് ഇവിടേക്ക് ബോട്ട് കൊണ്ടുവന്ന് ഇവിടെ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരു പോകുന്ന എല്ലാ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തേക്കും ഒരു ബോട്ടൊക്കെ ആയിട്ടാണ് പോകുന്നത്. ബോട്ട് കൊണ്ടുവന്ന് എത്തിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമായി. വീട്ടിൽ ചടഞ്ഞിരുന്നതിൻ്റെ ഒരു മുഷിപ്പെല്ലാം മാറി വളരെയധികം ഓക്കെ ആയിട്ടുള്ള
സ്ഥലമായിരുന്നത്. കണ്ണെത്താ ദൂരത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്ന പുഴയും അതിൻ്റെ സൈഡിലൂടെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വഴിയും അതിൻ്റെ സൈഡിലായിട്ട് ഇവിടുത്തെ ആളുകളുടെ കരകൗശല വസ്തുക്കളും അവരെ പറ്റിയിട്ടുള്ള ചരിത്രങ്ങളും എല്ലാം നിറഞ്ഞ ഒരു യാത്ര എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നു. നിങ്ങൾക്ക് ഈ ബോർഡുകളെല്ലാം കാണുവാൻ സാധിക്കുമെങ്കിൽ വായിച്ചാൽ നല്ലതാണ്. ഇവിടുത്തെ ഒരു അബോർജിൻസിനെ പറ്റിയും അവരുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റിയും എല്ലാം വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറേ സ്റ്റോറികളെല്ലാം ഉണ്ട്. നമുക്ക് വലിയതായിട്ടുള്ള അറിവുകളൊന്നുമില്ല, എന്നാലും നിങ്ങൾക്കെല്ലാം ഇത് തപ്പി അറിയാൻ പറ്റും. വളരെ രസകരമായിട്ടുള്ള കുറേ സ്റ്റോറികളെല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാം കണ്ട് ഞങ്ങൾ പതുക്കെ നടന്നു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തുമ്പിയും പൂമ്പാറ്റയും പൂക്കളും പുൽച്ചെടികളും വൃക്ഷങ്ങളും എല്ലാം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഏകദേശം നമ്മുടെ നാട്ടിലെത്തിയ പോലെ തന്നെ, പക്ഷേ ഉള്ള മരങ്ങളെല്ലാം ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ കൂടുതലായിട്ട് കാണുന്ന അക്കേഷ്യയൊക്കെയാണ്. പിന്നെ വളരെയധികം ഫലവൃക്ഷങ്ങളെല്ലാം നമുക്ക് സൈഡിലൊക്കെ ആയിട്ട് കാണുവാൻ സാധിക്കും. ഒറ്റമരങ്ങൾ നമുക്ക് പരിചയമുള്ളവല്ല, എല്ലാം വ്യത്യസ്തമായിരുന്നാണ്. എന്നാലും നമുക്ക് ബാക്കി എല്ലാം നമ്മുടെ നാടിൻ്റെ ഒരു പച്ചപ്പ് തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഇങ്ങനെ ഈ യാത്ര ഞങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ടെത്തും. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളപ്പോൾ എത്രയും വേഗം അടുത്ത വീഡിയോയുമായിട്ട് തിരിച്ചെത്തുന്നതാണ്. ഞങ്ങളുടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഓക്കെ, ബൈ. This is magpie. This the shade of black and white. നമ്മുടെ നാട്ടിലെ കാക്കയുടെ Father of ഓസ്ട്രേലിയൻ കാക്ക. ഭീകര ജീവിയാണത്, സൂക്ഷിക്കണം അതിന്. മറ്റേ ഊമറുടെ പരസ്യത്തിലൊക്കെ ഒരു ചെക്കൻ പറന്ന് പോയിട്ട് കാക്കയുടെ മേത്തേക്ക് പേസ്റ്റ് ഒഴിക്കില്ലേ, അങ്ങനെ വീണ പെയിന്റ് വീണത്. ഇത് മുകളിൽ കയറിയിരിക്കും. അതെങ്ങാൻ ചാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു അടുത്തത് അതിന് കൂടെ കൂടെ നീ കൊത്തിട്ടോ. ചേട്ടൻ പ്ലാന്റിലൊക്കെ വർക്ക് ചെയ്താളെന്ന്
നമുക്ക് വീണ്ടും ഓസ്ട്രേലിയയിൽ കുറച്ച് വിശേഷങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇനി അടുത്ത വീഡിയോസ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള കുറച്ച് വീഡിയോസ് എല്ലാം ഇടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ എത്രയും വേഗം ഓസ്ട്രേലിയൻ കാഴ്ചകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതുവരേക്കും എല്ലാവർക്കും നന്ദി.